മഹാഭാരതം ആസന്നമായ നാളുകളിൽ ദേവേന്ദ്രന് തന്റെ മകൻ അർജുനനെ ഓർത്ത് ആകുലത തോന്നി. അർജുനന്റെ പ്രധാന എതിരാളിയായ കർണന്റെ ശരീരത്തിൽ കവചകുണ്ഡലങ്ങൾ ഉള്ളിടത്തോളം കാലം അവനെ ആർക്കും വധിക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ ദാനശീലനായ കർണന്റെ കയ്യിൽ നിന്നും അത് ചോദിച്ചു വാങ്ങിയെടുക്കുവാൻ ഇന്ദ്രൻ പദ്ധതിയിട്ടു. ജ്ഞാനദൃഷ്ടിയാൽ ഇതറിഞ്ഞ സൂര്യഭഗവാൻ രാത്രിയിൽ കർണന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കർണന്റെ ജന്മരഹസ്യം ധരിപ്പിക്കുകയും ഇന്ദ്രന്റെ പദ്ധതിയെപ്പറ്റി പറയുകയും താൻ കർണന് നൽകിയ കവചകുണ്ഡലങ്ങൾ കർണന് രക്ഷാ കവചങ്ങളാണെന്നും അതൊരിക്കലും കൈവടിയരുതെന്നും പറയുന്നു. എന്നാൽ താൻ തന്റെ ദാനവ്രതം ഒരിക്കലും തെറ്റിക്കയില്ലെന്ന് കർണൻ പിതാവായ സൂര്യദേവനോട് പറയുന്നു. അങ്ങനെയെങ്കിൽ കവചകുണ്ഡലങ്ങൾക്കു പകരമായി ഇന്ദ്രന്റെ കയ്യിലുള്ള വേൽ ചോദിച്ചു വാങ്ങണമെന്നും അത് പ്രയോഗിച്ച് അർജുനനെ നേരിടണമെന്നും സൂര്യദേവൻ പറയുന്നു. സൂര്യദേവൻ പറഞ്ഞതുപോലെ ബ്രാഹ്മണ വേഷധാരിയായി ഇന്ദ്രൻ വരികയും കർണന്റെ കവചകുണ്ഡലങ്ങൾ ദാനമായി വാങ്ങുകയും ചെയ്യുന്നു. ഇതിനു പകരമായി കർണൻ ചോദിച്ചു വാങ്ങുന്ന ആയുധമാണ് ഇന്ദ്രദത്തമായ വൈജയന്തി വേൽ അഥവാ ഏകപുരുഷ ഘാതിനി വേൽ.